ഞങ്ങളുള്ളത് കശ്മീരിലാണ്. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അവിടെ എത്തിയിട്ട് എന്താവുമെന്ന്. അപ്പോഴാണ് ആരിഫ് ഭായിനെ ഓർമ്മ വന്നത്. നമ്മൾ ആദ്യം പരിചയമുള്ളതായിരുന്നു. അപ്പോൾ ആരിഫ് ഭായിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് എത്തിക്കോളൂ, നിങ്ങളൊന്നും നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ശ്രീനഗറിൽ കാല് കുത്തി ആ നിമിഷം മുതൽ, അതായത് ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് നിമിഷം വരെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും, അതായത് നല്ല പ്ലാനിങ്ങോട് കൂടിയുള്ള സൈറ്റ് സീയിങ്, ഫുഡ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ബാക്കി കാര്യങ്ങൾ എല്ലാത്തിനും നമുക്ക് എല്ലാ രീതിയിലും സഹായിച്ചു, എല്ലാ രീതിയിലും കൂടെ നിന്നു. സ്വന്തം നമ്മുടെ ഒരു സഹോദരനെ പോലെ അത്രയും കെയർ ചെയ്ത് അത്രയും കംഫർട്ടബിളാക്കി നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ആ നാട്ടിനോടും നാട്ടുകാരോടും ഒക്കെ സ്നേഹം തോന്നി. എന്നിട്ട് ആ ട്രിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു, വളരെ വെൽ മാനേജ്ഡ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾ നല്ല ഇമ്പ്രസ്സായി. ഞങ്ങളുടെ വെക്കേഷൻ പോയതേ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനും തോന്നുന്നില്ലായിരുന്നു. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ആ നാട് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കശ്മീർ വിസിറ്റ് ചെയ്യണം, അവിടെ ഒരു പ്രോപ്പർ കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വിശ്വാസയോഗ്യനായ നമ്മുടെ ഈ സഹോദരനുണ്ട്. ആരിഫ് അഹമ്മദ് എന്നാണ് പേര്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, കാര്യങ്ങൾ സംസാരിക്കാം. मैम सब मैंने ही किया मैम। ये खातिरदारी हमारा करनी पड़ती है। कश्मीरी लोग तो खातिरदारी के लिए बहुत फेमस है। जो भी आपको जब भी आना होगा, किसी को भी आना होगा मैम, खाली फ्लाइट की टिकट निकालना है, बाकी मैं सब संभालूंगा मैम। मैंने वो भी आप ही के साथ किया मैम। जितना हमारा जरूरत लगेगा कुछ भी तो भी याद करने आ पाएगा मैम, जितना भी हो सके। बहुत अच्छा लगा आपके साथ, बहुत कंफर्टेबल रहा। मुझे शादी होगा, आप आओगे उस टाइम मैम? हाँ जी, मैं आ जाऊंगी। हाँ, शादी है, शादी है। आपको जरूर आना है।